പാർപ്പിടം, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള സംയോജിത പദ്ധതി നവംബർ 1 മുതൽ ആരംഭിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. പദ്ധതി നടപ്പിലാക്കാനായി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന കർമ്മസമിതി രൂപീകരിക്കും. പ്രതിപക്ഷ നേതാവും സമിതിയിൽ അംഗമായിരിക്കും. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ. സുനിൽ, മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത്? ആ റിപ്പോർട്ടിലേക്ക്. കേരള വികസനത്തിനു വേണ്ടി 5 വർഷം കൊണ്ട് ജനപങ്കാളിത്തത്തോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി, ജനസൗഹാർദ്ദ സർക്കാർ ആശുപത്രികൾ, സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി, ശുചിത്വം, മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്നീ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഹരിത കേരളം പദ്ധതി എന്നിവയ്ക്കാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് എല്ലാ കുടുംബങ്ങൾക്കും, അതായത് വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും 5 വർഷം കൊണ്ട് വീട് നൽകുക എന്നതാണ്. എന്നാൽ വീട് നൽകുന്നതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കാനുള്ള സംവിധാനവും ഇത്തരം കുടുംബങ്ങളിലുള്ളവർക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതോടൊപ്പം വിവിധ തരത്തിലുള്ള സേവന ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകൾ കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ സാധിക്കുകയില്ല. പദ്ധതി നടത്തിപ്പിന്റെ പ്രാരംഭ റിപ്പോർട്ട് നവംബർ 1 മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ ബന്ധപ്പെട്ട പദ്ധതികളുടെ മിഷൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KSRTCയുടെ പുനഃസംഘടന വിശദമായി പഠനം നടത്താനായി കൊൽക്കത്ത IIM പ്രൊഫസർ സുശീൽ ഖന്നയെ ചുമതലപ്പെടുത്തും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനിതക മാറ്റം വരുത്തിയ കടുക് വിത്തുകൾ തടയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കുറ്റ്യാടി അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മദ്യനയത്തിൽ സർക്കാർ ആലോചന നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സൗമ്യ വധക്കേസിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ ബദറുൽ ഇസ്ലാമിന്റെ രഹസ്യമൊഴി പുറത്ത്. രഹസ്യമൊഴിയിൽ അനാറുളിനെ കുറിച്ച് പരാമർശമില്ല. ജിഷ കൊല്ലപ്പെട്ട ദിവസം അമീർ തന്നെ വന്ന് കണ്ടിരുന്നു. മദ്യപിച്ചാണ് അമീർ വന്നത്. രാത്രി 9:45 ട്രെയിനിൽ അമീർ അസാമിലേക്ക് പോയെന്നും രഹസ്യമൊഴിയിൽ പറയുന്നു. രഹസ്യമൊഴിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ ബഹറുൽ ഇസ്ലാം ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് പുറത്തുവന്നിരിക്കുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസം രാത്രി 7 മണിയോടെ അമീറുൽ തന്റെ അടുത്ത് വന്നിരുന്നുവെന്നും പണം ആവശ്യപ്പെട്ടുവെന്നും രഹസ്യമൊഴിയിൽ പറയുന്നു. മുതലാളിയോട് പൈസ ചോദിച്ചപ്പോൾ തന്നെ മർദ്ദിച്ചുവെന്നും അമീർ പറഞ്ഞതായും മൊഴിയിൽ പറയുന്നു. എന്നാൽ തന്റെ കയ്യിൽ പണമില്ലാതിരുന്നതിനാൽ ബന്ധുവായ അഷദുലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഓട്ടോ വിളിച്ച് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അമീർ പോയെന്നും ബഹറുൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇളം നീല ജീൻസ് പാന്റും യെല്ലോയിഷ് ബ്രൌൺ ഷർട്ടും ധരിച്ചിരുന്ന അമീർ തന്നെ കാണാൻ നിന്നപ്പോൾ മദ്യപിച്ചിരുന്നുവെന്നും മൊഴിയിലുണ്ട്. കേസിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലെന്ന് വ്യക്തമാക്കിയ ബഹറുൽ മൊഴിയിൽ അനാറുളിനെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അമീറല്ല, അനാറുളാണ് ജിഷയെ കൊലപ്പെടുത്തിയതെന്ന് ബഹറുൽ ഇസ്ലാം ചില മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. ഇതിനെ പിന്തുണച്ച് പ്രതിഭാഗം അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ അമീറുളും കുറ്റം നിഷേധിച്ചിരുന്നു. എന്നാൽ അനാറുൾ എന്നൊരാൾ ഇല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം കെട്ടുകഥയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് പോലീസിന്റെ നിഗമനം. KM ഉമേഷ്, കൊച്ചി. ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ കോടതിയിൽ കുറ്റം നിഷേധിച്ചു. താനല്ല, അനാറുളാണ് കൊല നടത്തിയത് എന്ന് അമീറുൽ കോടതിയിൽ പറഞ്ഞു. കേസിൽ കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു. അതേസമയം അമീറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അമീറുൽ ഇസ്ലാമിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കവെയാണ് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അമീറുൽ പറഞ്ഞത്. താനല്ല ജിഷയെ കൊലപ്പെടുത്തിയതെന്നും അനാറുളാണ് കൊലപാതകം ചെയ്തതെന്നും അമീറുൽ കോടതിയോട് പറഞ്ഞു. എന്നാൽ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ പരിഗണിക്കുന്നതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. താനല്ല ജിഷയെ കൊന്നതെന്ന് അമീറുൽ കോടതിക്ക് പുറത്തും ആവർത്തിച്ചു. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അമീറുളിന്റെ വാദം. എന്നാൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ വിചാരണാവേളയിൽ ഒളിവിൽ പോകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതേസമയം ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു. ഈ മാസം 26 കുറ്റപത്രത്തിന്മേൽ പ്രാഥമിക വാദം നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യയുടെ അമ്മ സുമതി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രിയെ കണ്ടു മടങ്ങുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയാണെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു.
സൗമ്യ വധക്കേസിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സൗമ്യയുടെ അമ്മ മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരായ മാത്യു ടി തോമസ്, ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, ഷൊർണൂർ MLA PK ശശി, സൗമ്യയുടെ മാതാവ് സുമതി, മകൻ സുമേഷ് എന്നിവർ പങ്കെടുത്തു. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളുടെ രത്നച്ചുരുക്കം മുഖ്യമന്ത്രി സൗമ്യയുടെ അമ്മയോട് വിശദീകരിച്ചു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട സൗമ്യയുടെ മാതാവ് സർക്കാർ നടപടികളിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി ഞാൻ കണ്ടു. മുഖ്യമന്ത്രി എനിക്ക് എൻ്റെ മോളുടെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. MLA സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും മുന്നിട്ടിട്ട് ഷൊർണൂർ മുതൽ ഇതുവരെ എൻ്റെ കാര്യങ്ങൾക്കെല്ലാം കൂട്ടു നിന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും നിന്നിട്ടെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേസിൽ ഇപ്പം മുഖ്യമന്ത്രി ചെയ്തുന്ന എല്ലാം കൊണ്ടും എൻ്റെ ഈ മോളുടെ കാര്യത്തിൽ എനിക്ക് അവരെല്ലാ കാര്യങ്ങളും ഈ ഗവൺമെൻറ് എനിക്ക് ചെയ്തു തരാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം DGP ലോക്നാഥ് ബെഹ്റയെയും സൗമ്യയുടെ മാതാവ് കണ്ടു. വധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് സൗമ്യയുടെ മാതാവിനെ തലസ്ഥാനത്തെത്തിച്ചത്. തലസ്ഥാനത്തെത്തിയ ഇവരെ പോലീസ് ട്രെയിനിംഗ് കോളേജിലാണ് താമസിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് റെയിൽവേ ഗതാഗതം താളം തെറ്റി. കൊല്ലത്തിനും കായംകുളത്തിനും ഇടയ്ക്ക് ഒരു പാതയിലൂടെ മാത്രമാണ് ഗതാഗതം. പല ഹ്രസ്വദൂര ദീർഘദൂര ട്രെയിനുകളും പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കി. പല വണ്ടികളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി കരുനാഗപ്പള്ളിയിൽ ചരക്കു ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ റെയിൽ ഗതാഗതം താറുമാറായി തുടരുകയാണ്. കൊല്ലത്തിനും കായംകുളത്തിനുമിടയ്ക്ക് ഒരു പാതയിലൂടെ മാത്രമായി ട്രെയിൻ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. തുടർന്ന് പല ട്രെയിനുകളും റദ്ദാക്കി. ഇന്നു വൈകിട്ട് 5:30 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഗുരുവായൂർ എക്സ്പ്രസ്, തിരുവനന്തപുരം എഗ്മോർ എക്സ്പ്രസ്, 5:45 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം എറണാകുളം എക്സ്പ്രസ് എന്നിവയും നാളെ പുലർച്ചെ 3:15 ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, പുലർച്ചെ 5 മണിക്കുള്ള എറണാകുളം തിരുവനന്തപുരം എക്സ്പ്രസ് എന്നിവയും റദ്ദാക്കി. മാംഗ്ലൂർ നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസും നാഗർകോവിൽ മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസും നാളെ പുലർച്ചെ 4:20 നാഗർകോവിൽ മാംഗ്ലൂർ പരശുരാം എക്സ്പ്രസും എറണാകുളത്തിനും നാഗർകോവിലിനുമിടയ്ക്ക് യാത്ര അവസാനിപ്പിക്കും. നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്നീ പ്രതിവാര ട്രെയിനുകൾ തിരുനെൽവേലി വഴി തിരിച്ചുവിട്ടു. ഇന്ന് വൈകിട്ട് 5:30 കന്യാകുമാരി ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് രാത്രി 11 യാത്ര മാറ്റി. ഇന്നലെ അർദ്ധരാത്രി മുതലുള്ള മറ്റു ട്രെയിനുകൾ പലതും ഭാഗികമായി റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തിരുന്നു. പുറമെ കൊല്ലം വഴിയുള്ള പാസഞ്ചർ മെമു സർവീസുകളും ഭാഗികമായോ പൂർണ്ണമായോ റദ്ദാക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. നാളെ വൈകിട്ടോടെ കരുനാഗപ്പള്ളിയിൽ റെയിൽവേ പാളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. അതിനുശേഷം മാത്രമേ സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം സാധാരണഗതിയിലാകൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യൻ റെയിൽവേക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. കേരളത്തിലെ റെയിൽവേ ട്രാക്കുകൾ പഴക്കം മൂലം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണെന്നും മാധ്യമ വാർത്തകൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം. അപകട ഭീഷണി ഉയർത്തുന്ന ട്രാക്കുകൾ യാത്രക്കാരുടെ ജീവനെടുക്കുമെന്നും നോട്ടീസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഉറി സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം ആരംഭിച്ചു. അതേസമയം അതിർത്തിക്ക് അപ്പുറമുള്ളവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യ UN മനുഷ്യാവകാശ കൗൺസിലിൽ നിലപാടറിയിച്ചു. എന്നാൽ ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പാക് പ്രധാനമന്ത്രി തയ്യാറായില്ല. അതിനിടെ ഉറി മേഖലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 8 ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം, കൊലപാതകം, സ്ഫോടന വസ്തു ഉപയോഗം എന്നീ വകുപ്പുകൾക്ക് പുറമെ രാജ്യദ്രോഹത്തിനുള്ള UAPA കൂടി ചുമത്തിയാണ് ദേശീയ അന്വേഷണ ഏജൻസി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 10 അംഗ NIA സംഘം ശ്രീനഗറിലെത്തി തെളിവ് ശേഖരണം ആരംഭിച്ചു. ഉറിയിലെ സൈനിക കേന്ദ്രത്തിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഹന്ദ്വാരയിലെ സൈനിക പോസ്റ്റിന് നേരെയും ആക്രമണം ഉണ്ടായതോടെ അടിയന്തര ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നു. എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം NIAയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യ UN-ൽ നിലപാട് കടുപ്പിച്ചു. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുകയാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ അതിർത്തിക്ക് അപ്പുറമുള്ളവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നും ചൂണ്ടിക്കാട്ടി. പാക് നിലപാടിലെ അതൃപ്തി ഇന്ത്യ UN ജനറൽ അസംബ്ലിയിലും 26-ന് ഉന്നയിക്കും. ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറമെ വിവിധ രാജ്യങ്ങളിലും ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ബോധ്യപ്പെടുത്താൻ വിവിധ പ്രതിനിധികളെയും ഇന്ത്യ അയക്കും. UN-ൽ ഇന്ത്യ ഈ നിലപാട് അറിയിച്ചതിന് പിന്നാലെ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു. അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പാക് പ്രധാനമന്ത്രി തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നവാസ് ഷെരീഫ് ഒഴിഞ്ഞുമാറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെ പുറത്താക്കി. UN ജനറൽ അസംബ്ലിയുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെയാണ്
എത്തിയ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെയാണ് പുറത്താക്കിയത്. ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെ പുറത്താക്കണമെന്ന പാക് വിദേശകാര്യ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഈ നടപടി. ദില്ലിയിൽ പട്ടാപ്പകൽ യുവതിയെ കുത്തിക്കൊന്നു. 21 തവണ കുത്തേറ്റ യുവതി തൽക്ഷണം മരിച്ചു. സ്വകാര്യ സ്കൂൾ അധ്യാപികയ്ക്കാണ് ദാരുണ അന്ത്യമുണ്ടായത്. അക്രമിയെ നാട്ടുകാർ പിടികൂടി. 1 വർഷമായി യുവതിയെ പിന്നാലെ പ്രേമ അഭ്യർത്ഥനയുമായി നടക്കുന്നയാളാണ് അക്രമിയെന്ന് ദില്ലി പോലീസ് അറിയിച്ചു. വടക്കൻ ദില്ലിയിലെ ബുരാരിയിലാണ് രാജ്യത്തെ നടുക്കിയ സംഭവം. സ്വകാര്യ സ്കൂൾ അധ്യാപികയായ 22 വയസ്സുകാരി കരുണയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ പിന്നാലെ 1 വർഷമായി പ്രണയാഭ്യർത്ഥനയുമായി നടന്നു ശല്യം ചെയ്യുന്ന സുരേന്ദർ സിംഗ് എന്നയാളാണ് കൊല നടത്തിയത്. സ്കൂളിലേക്ക് പോവുകയായിരുന്നു യുവതി. ഇവരുടെ സമീപം ബൈക്കിലെത്തിയ അക്രമി കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് മാരകമായി കുത്തി. 21 തവണയോളം കുത്തിയിട്ടുണ്ട്. നിരവധി പേർ സമീപത്തുണ്ടായിരുന്നെങ്കിലും ആക്രമണം ഭയന്ന് ആരും അടുത്തില്ല. സമീപത്തെ CCTVയിൽ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സുരേന്ദർ സിംഗിനെതിരെ യുവതി 6 മാസം മുമ്പ് പോലീസിന് പരാതി നൽകിയിരുന്നതായി യുവതിയുടെ ബന്ധുക്കൾ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച ഇരുവരും ഒത്തുതീർപ്പിലെത്തിയതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് ദില്ലി പോലീസിന്റെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചണ്ഡീഗഡിൽ 50 സ്കൂൾ കുട്ടികളുമായി ബസ് അഴുക്കുചാലിലേക്ക് വീണു. 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കുട്ടികളിൽ ഭൂരിഭാഗവും 5 വയസ്സിൽ താഴെയുള്ളവരാണ്. മെഡിക്കൽ ഡെന്റൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ തീരുമാനം എടുക്കുന്നതിനുള്ള ജെയിംസ് കമ്മിറ്റി യോഗം ആരംഭിച്ചു. മാനേജ്മെന്റ് NRI പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. പരാതിയുമായി രംഗത്തെത്തിയ വിദ്യാർത്ഥികളെയും കോളേജ് പ്രതിനിധികളെയും യോഗത്തിന് വിളിച്ചിട്ടുണ്ട്. 12 കോളേജുകൾക്ക് യോഗത്തിൽ ഹാജരാകാൻ കമ്മിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജെയിംസ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കോളേജുകളുടെ അഫിലിയേഷൻ റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ജസ്റ്റിസ് ജെയിംസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമാണ് യോഗം. കോഴിക്കോട് കുറ്റ്യാടി കടന്തറപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. കുട്ടിക്കുന്നേൽ ദേവദാസിന്റെ മകൻ വിപിൻ ദാസിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. കുറ്റ്യാടി കടന്തറപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ കോതോട് സ്വദേശി വിപിൻ ദാസിന്റെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത്. പൂഴിത്തോട് പവർ ഹൗസിന്റെ സമീപത്ത് നിന്നായിരുന്നു മൃതദേഹം കിട്ടിയത്. കോതോട് സ്വദേശികളായ ഷജിൻ ശശി, അക്ഷയ് രാജ്, അശ്വന്ത് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. പാറക്കൽ രജീഷിന്റെ മൃതദേഹം അപകടം നടന്ന ദിവസം രാത്രി തന്നെ കണ്ടെത്തിയിരുന്നു. വിപിൻ ദാസിന്റെയും അക്ഷയ് രാജിന്റെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് ഇരുവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഒഴുക്കിൽപ്പെട്ട വിഷ്ണുവിനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസ് സംഘവും നാട്ടുകാരുമാണ് തിരച്ചിൽ നടത്തുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം സഹായധനമായി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം സ്പീക്കർക്ക് കത്ത് നൽകി. UDF വിട്ട സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസിന്റെ കത്ത് മോൻസ് ജോസഫ് MLA കൈമാറിയത്. UDF വിടാനുള്ള തീരുമാനം കേരള കോൺഗ്രസ് എം ചരൽക്കുന്ന് ക്യാമ്പിൽ കൈക്കൊണ്ടിരുന്നു. ഈ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയത്. നിയമസഭാ കക്ഷി സെക്രട്ടറി മോൻസ് ജോസഫ് MLAയും പാർട്ടി വിപ്പ് റോഷി അഗസ്റ്റിനും ഒപ്പുവച്ച കത്താണ് കൈമാറിയത്. സെപ്റ്റംബർ 26-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് കത്ത്. പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ആവശ്യമായ പുനഃക്രമീകരണം നിയമസഭയ്ക്കുള്ളിൽ ചെയ്യുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. സഭാ സമ്മേളനത്തിൽ പ്രശ്നാധിഷ്ഠിത നിലപാട് സ്വീകരിക്കാൻ പാർട്ടി MLAമാരുടെയും MP മാരുടെയും സംയുക്ത യോഗം തീരുമാനിച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഉന്നതാധികാര സമിതിയുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗം ഈ മാസം 28-ന് തിരുവനന്തപുരത്ത് ചേരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ പിടിയിലായ ഓൺലൈൻ പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം ബംഗളൂരുവിലേക്ക് വ്യാപിപ്പിച്ചു. സംഘത്തിൽ നിന്നും പോലീസ് മോചിപ്പിച്ച പെൺകുട്ടിയെ വാങ്ങിയത് ബംഗളൂരുവിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തിയത്. പെൺവാണിഭ സംഘത്തിൽ നിന്നും പോലീസ് മോചിപ്പിച്ച കൊൽക്കത്ത സ്വദേശിനിയെ തങ്ങൾക്ക് കൈമാറിയത് ബംഗളൂരു സ്വദേശിയായ സായി ആണെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. മുളവുകാട് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലെത്തി. പെൺകുട്ടിയെ 25,000 രൂപയ്ക്ക് 5 ദിവസത്തേക്കാണ് സംഘം സായിയിൽ നിന്നും വാങ്ങിയത്. തുടർന്ന് കമ്മട്ടിപ്പാടത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിവരികയായിരുന്നു. ഓൺലൈൻ വഴി ഇടപാടുറപ്പിച്ച് പെൺകുട്ടിയെ ആവശ്യക്കാർക്ക് നൽകുകയായിരുന്നു രീതി. അജി ജോണാണ് സംഘത്തലവൻ. കൂടാതെ ലോഡ്ജ് ഉടമ റെജി മാത്യു, മനീഷ് ലാൽ എന്നിവരും അറസ്റ്റിലായിരുന്നു. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ട്രാഫിക്കിംഗ് കേസുകൾ സംഭവിച്ചാൽ ഈ ശൃംഖല മുഴുവൻ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം. ഇത് നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ റിസീവിംഗ് എൻഡിലുള്ള ആളുകളെയാണ്.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച് പോകേണ്ടതുണ്ട്. അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. റിമാൻഡിലായ പ്രതി അജി ജോണിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകി. ഇതിനിടെ പെൺവാണിഭ സംഘത്തിൽ നിന്നും മോചിപ്പിച്ച പെൺകുട്ടിയെ ചമ്പക്കര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. പിടിയിലായത് ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന വൻ ശൃംഖലയിലെ കണ്ണികളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് കടയിൽ നിന്ന് വാങ്ങിയ മിഠായിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തി. മിഠായി കഴിക്കുന്നതിനിടെയാണ് പ്ലാസ്റ്റിക് കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. എലത്തൂർ സ്വദേശിയായ രതീഷ് തന്റെ വീട്ടിലേക്ക് വാങ്ങിയ മിഠായിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തിയത്. ബർത്ത്ഡേ പാർട്ടിയിൽ സുഹൃത്തിന് നൽകിയപ്പോഴാണ് കഴിക്കുന്നതിനെ മിഠായിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം കിട്ടിയത്. പ്ലാസ്റ്റിക്കിന്റെ പകുതി ഭാഗം താൻ വിഴുങ്ങിയതായും വയറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ഇവർ പറഞ്ഞു. ആർക്ക് ചോക്ലേറ്റ് കൊടുത്ത രീതി എനിക്കും കിട്ടി വന്ന് അതിൻ്റെ സാധാരണ അയച്ച് ഞാനത് ഫസ്റ്റ് കഷ്ണം വായിലിട്ട അപ്പം തന്നെ ഫസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ചവച്ചതാണ്. ആ സ്പോട്ടിൽ ഒരു ഐകിയ സാധനം തൊള്ളയിൽ വീണ സാധനം ഇതിൽമാതിരി തോന്നി. അത് ടേസ്റ്റ് ഭയങ്കര ഇതില്ല. അത് ഞാൻ സുഹൃത്തിനെ പറഞ്ഞു, ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സംഗതി ഉണ്ട്, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് സംശയിക്കേണ്ട രീതിയിലുള്ള ഒരു അത്രയും മോശമായ ഒരു സാധന രീതിയിലാണ് ഞങ്ങൾക്ക് കണ്ടത്. എന്നുവെച്ചാൽ സാധാരണ പ്ലാസ്റ്റിക് കവറോ റബ്ബറിൻ്റെ പീസോ അല്ല, അതിൻ്റെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വസ്തുവാണ് അതിൻ്റെ അകത്ത് കിട്ടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ എലത്തൂർ പോലീസിനും ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഉപഭോക്തൃ കോടതിയിൽ ഉടൻ പരാതിയും നൽകും. കോഴിക്കോട്ടെ ഒരു കടയിൽ നിന്നുമാണ് ഇവർ മിഠായി വാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.